അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഖാലിഖിൽ അനാം വറാസിഖിൽ അവ്വാം വഖാസിമിൽ അഖ്സാം. അസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ ഇമാം വഅലാ ആലിഹിൽ ബററത്തിൽ കിറാം വഅഫ്ദൽ തഹിയ്യത്തി വസ്സലാം. സ്നേഹമുള്ളവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് നൽകി. ഈ റമദാൻ മാസം ഇബാദത്തുകളെ കൊണ്ട് നാം ധന്യമാക്കേണ്ടത്. കാരണം ഓരോ സെക്കൻഡുകൾക്കും അത്ഭുതകരമായ പ്രതിഫലമാണ്. ഒരു സുന്നത്തിന് പോലും ഫറദിൻ്റെയും ഒരു ഫറദിന് 70 ഫറദിന് ഇങ്ങനെ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഈ മാസത്തിൽ നാം ഒരിക്കലും ക്ഷീണിതരാകാതെ മടിയന്മാരാകാതെ ഇബാദത്തുകളെ കൊണ്ട് ഉന്മേഷിതരായി ഇബാദത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കേണ്ടതുണ്ട്. അങ്ങനെ ആക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്ഷീണമുണ്ടാകാൻ പാടില്ല. അപ്പോൾ പരിശുദ്ധ റമദാൻ ക്ഷീണമില്ലാതെ കണ്ട് ഉന്മേഷത്തോടു കൂടി നാം ഇരിക്കാൻ വേണ്ടി അതിന് പറ്റിയ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു നമുക്ക് തന്ന ഈ അവസരങ്ങളൊക്കെ നോക്കൂ. പരിശുദ്ധ റമദാൻ ചൂടുകാലമാകുമ്പോൾ പലരും തളർന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇസ്മു, ഈ ഒരു ദിക്ർ, ഈ ഒരു സൂറത്ത് നാം ഓതി നമ്മുടെ മുഖത്തും വയറ്റിന് തടയാൽ തീർച്ചയായും നമുക്ക് നല്ല ഉന്മേഷമുണ്ടാകും. ഇബാദത്ത് ചെയ്യാനൊക്കെ നല്ല ആവേശമുണ്ടാകും. ഇല്ലെങ്കിൽ കുറച്ചും ഖുർആൻ ഓതുമ്പോഴേക്ക് തളർന്നു പോകും. പക്ഷേ മറ്റു പല രീതിയിൽ നമുക്ക് തളർച്ചകൾ അനുഭവപ്പെടും. ഇങ്ങനെ അനുഭവപ്പെടാതെ ഉന്മേഷത്തോടു കൂടി കഴിയാൻ, കാരണം ദിക്ർ എന്നുള്ളത്, അള്ളാഹുവിനെ സ്മരണ എന്നുള്ളത്, അതൊക്കെ വലിയ നമ്മുടെ മനസ്സിനെ അല്ലാ ബിദിക്രില്ല ഇത്തത്തുമഇന്നുൽ ഖുലൂബ്, നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനം. ഇപ്പം നോക്ക്, ഒരുപാട് കച്ചവട സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. എന്നാൽ ഒരു സമാധാനം വിൽക്കപ്പെടുന്ന ഒരു കച്ചവട സ്ഥാപനം തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും? ജനം തിക്കും തിരക്കായിരിക്കും. കാരണം മനുഷ്യന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷവും മനസ്സിന് സമാധാനമുള്ള ജീവിതമാണ്. സമാധാനം ഒരു സ്ഥലത്ത് വിൽക്കപ്പെടാൻ തുടങ്ങിയാൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? പരിശുദ്ധ ഖുർആനിൽ സമാധാനം വിൽക്കപ്പെടുന്നുണ്ട്, പക്ഷെ ആരും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്തിൽ പറയുന്നു, അള്ളാഹുവിനെ സ്മരിക്കലോട് കൂടി മനസ്സിന് സമാധാനവും ശാന്തിയും ഉണ്ടാവും. തീർച്ചയായും നാം ഒരിക്കൽ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി ദിക്റുകളിലും ഖുർആൻ ഓത്തിലും അള്ളാഹുമായുള്ള സ്മരണയിൽ നമ്മുടെ ജീവിതം കഴിച്ചു നോക്ക്. എത്ര സമാധാനകരമായ ജീവിതം നമുക്ക് അന്തരീക്ഷം കിട്ടുന്നറിയോ? അള്ളാഹു വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചതാണ്. അള്ളാഹുവിനെ അദ്കുറുല്ലാഹ് കസീറൻ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കുക. എന്തിനറിയോ? ഈ ധാരാളം അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? അള്ളാഹു തന്നെ പറയുന്നു, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. ദുനിയാവിലും വിജയിക്കും, ആഖിറത്തും, ഇരു ലോകത്തും നമുക്ക് വിജയിക്കാൻ, രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദിക്റുകൾ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ ജീവിതം കഴിക്കുക എന്നുള്ളത്. നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതിലൊക്കെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഒരിക്കൽ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് സ്വഹാബത്തിനോട് ചോദിച്ചു. എന്നിട്ട് പറയുന്നു, വസ്കാഹ ഇന്ദ മലീക്കും, നിങ്ങൾക്കുള്ള രാജാവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്, വാർഫൈഹ ഫി ദറജാത്തിക്കും, നിങ്ങൾക്കുള്ള ദറജകളെ ഉയർത്തപ്പെടുന്നത് ഏതാണെന്ന് അറിയുമോ? ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതായത് നമ്മുടെ വെള്ളി അതുപോലെ സ്വർണം നാം ഇൻഫാഖ് ചെയ്യുന്നതിനേക്കാൾ, ദാനധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഹൈറായത്, അതുപോലെ ശത്രുക്കളെ പോയി കണ്ടുമുട്ടി അവരോട് നാം ഷഹീദാകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അവരെ ഫതദ്രിബുഹു അനാഖഹും, അവരുടെ പെരടി നാം വെട്ടുന്നതിനേക്കാൾ ഏറ്റവും പുണ്യമുള്ള അമൽ ഏതാണ് എന്ന് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു. സ്വഹാബത്തുൽ കിറാം വളരെ ആവേശത്തോടു കൂടി കാത്തിരുന്നു. കാരണം അത്ര വലിയൊരു അമൽ അല്ലേ, പരിശുദ്ധ റമദാൻ ചെയ്യാനൊക്കെ കിട്ടിയാൽ വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ കാത്തിരിക്കുമ്പോൾ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ദിക്റാണ് എന്നാണ്. കാരണം അവസാനം പള്ളിയിലൊക്കെ പോകാറുണ്ട്. പള്ളിയിൽ ഖുത്ബയ്ക്ക് കഴിഞ്ഞ് അവസാനം ഒരു പറയുന്നൊരു വാക്കാണ് അല ബിദിക്രില്ലാഹി അലാ ദിക്റുല്ലാഹ് അല്ലാഹു അക്ബർ. ഏറ്റവും വലുതാണ് ദിക്ർ എന്നുള്ളത്. നമ്മുടെ ജീവിതം കൂടുതൽ അള്ളാഹുവിൻ്റെ സ്മരണയിലായി നാം കഴിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ ജീവിത മാർഗം അള്ളാഹു സന്തോഷത്തിലാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് സംസാരിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് നമുക്ക് നമ്മുടെ സന്തോഷകരമായ, അതുപോലെ ഒരു ക്ഷീണമില്ലാതെ പരിശുദ്ധ റമദാൻ നോറ്റുവിടാൻ നമുക്ക് സാധിക്കുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ്. യാ സ്വമദ് യാ അള്ളാഹ് എന്നുള്ള ഇസ്മ എൻ്റെ പ്രിയപ്പെട്ടവരെ 134 പ്രാവശ്യം സുബഹിനമസ്കാരത്തിൻ്റെ ശേഷം നാം ഇത് നിത്യമായി ചൊല്ലുകയാണെങ്കിൽ ഒരു ക്ഷീണവും നമുക്കുണ്ടാവുകയില്ല. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ സാധിക്കുന്നത്ര ഓതി, അത് കയ്യിൽ ഊതി, അത് മുഖത്തും വയറ്റത്തിങ്ങനെ തടവിയാൽ തീർച്ചയായും അന്നത്തെ ദിവസം നമുക്ക് നല്ല ആവേശമുണ്ടാവും, ക്ഷീണമുണ്ടാവുകയില്ല. ഇബാദത്ത് ചെയ്യാനൊക്കെ നല്ല ഉന്മേഷമുണ്ടാവും. ഇതൊക്കെ ഒന്ന് പതിവാക്കി നോക്കി. കാരണം നമ്മുടെ മക്കൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ചെറിയ മക്കൾ നോമ്പ് നോക്കി ക്ഷീണിച്ച് അവർക്കൊന്ന് ഖുർആൻ ഓതാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, തറാവീഹ് നിസ്കരിക്കാനും ക്ഷീണമായിരിക്കും. അപ്പോൾ ഇതൊക്കെ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ഇബാദത്ത് ചെയ്യാൻ നല്ല ഒരു ഉന്മേഷമുണ്ടാക്കുന്ന ഇസ്മുകളാണ്. ഇതൊക്കെ
മുജറബാത്തിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ കിതാബിൽ നമുക്കൊക്കെ കാണുന്ന ഒരു വിഷയമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാൻ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നമ്മേവർക്കും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി